പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നടപടി നാളേക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് നടപടി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ജപ്തി പൂർത്തിയാക്കി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാനാണ് അന്ത്യശാസനം. ഈ സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TV അനുപമ IAS കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. നാളെ വൈകിട്ട് 5-നകം ജപ്തി നടത്തി റിപ്പോർട്ട് നൽകണം. ജപ്തിക്ക് മുന്നോടിയായുള്ള നോട്ടീസ് നൽകേണ്ട. ജപ്തിക്ക് ശേഷം വസ്തുക്കൾ ലേലം ചെയ്യണമെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്നും പേരുവിവരം ലഭിക്കുന്നതനുസരിച്ചാണ് കളക്ടർമാർക്ക് ജപ്തി നടപടികളിലേക്ക് കടക്കാനാവുക. ജപ്തി ചെയ്യാനുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ജില്ല തിരിച്ചുള്ള റിപ്പോർട്ടും അപേക്ഷയും ആഭ്യന്തര വകുപ്പ് ഇന്നലെ വരെ നൽകിയിരുന്നില്ല. തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യം പരിഗണിച്ച് ആഭ്യന്തര വകുപ്പും നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഓൺലൈനായാണ് റിപ്പോർട്ടും അപേക്ഷയും കൈമാറുക. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വാഹനം, വീട്, മറ്റ് സ്ഥാപനങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി ഏത് സ്ഥാപന ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യാൻ കളക്ടർമാർക്ക് അധികാരമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ PFI പ്രവർത്തകരുടെ വസ്തുവകകൾ കണ്ടുകെട്ടൽ തുടങ്ങി. കാസർഗോഡ്, പെരുമ്പള, ബടന്ന ഓഫീസുകളിലാണ് തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടൽ നടപടി ആരംഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചിരുന്ന പെരുമ്പളവിലെ ചന്ദ്രഗിരി ചാരിറ്റബിൾ ട്രസ്റ്റിലും പടന്നയിലെ തീരം ചാരിറ്റബിൾ ട്രസ്റ്റിലുമാണ് നടപടി. വയനാട്ടിൽ മാനന്തവാടി താലൂക്കിൽ മാത്രം 11ഇടത്ത് റവന്യൂ സംഘം വസ്തുവകകൾ പിടിച്ചെടുത്തു. PFI ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിലെ വീടും വസ്തുക്കളും കണ്ടുകെട്ടി. പത്തനംതിട്ടയിൽ 3 PFI നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടി. ആനപ്പാറ സ്വദേശികളായ സാദിഖ്, നിസാർ എന്നിവരുടെയും കോന്നി കുമ്മണ്ണൂർ സ്വദേശി സബീറിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. കോട്ടയം ജില്ലയിൽ കണ്ടുകെട്ടിയത് 5 പേരുടെ സ്വത്തുക്കളാണ്. തിരുവനന്തപുരം മണക്കാട് ഉള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് ജപ്തി ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം നൽകി. തുടർന്ന് PFI ഓഫീസ് റവന്യൂ റിക്കവറി വിഭാഗം സീൽ ചെയ്തു. കാക്കിഗുണ്ടകൾ കരുതിയിരിക്കുക. പോലീസിലെ കളങ്കിതർക്കെതിരെ കർശന നടപടിക്ക് DGPയുടെ നിർദ്ദേശം. IG, DIG, ജില്ലാ പോലീസ് മേധാവി, കമ്മീഷണർ എന്നിവർക്കാണ് നിർദ്ദേശം. ഇന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിലായിരുന്നു അനിൽകാന്തിന്റെ നിർദ്ദേശം. മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പശ്ചാത്തലം പരിശോധിക്കും. ഉദ്യോഗസ്ഥർക്കെതിരായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൗരവത്തിലെടുക്കണം. സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവ് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണം. മുൻകാലങ്ങളിലുള്ള റിപ്പോർട്ടുകളും പുനഃപരിശോധിക്കണം. പിരിച്ചുവിടൽ അടക്കം നടപടിയെടുക്കാൻ DGP യോഗത്തിൽ പച്ചക്കൊടി കാട്ടി. പോലീസ് ഗുണ്ടാബന്ധം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് DGPയുടെ നിർദ്ദേശം. ഇതിനിടെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി. 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. മംഗലപുരം സ്റ്റേഷനിൽ അവശേഷിച്ച 24 പോലീസുകാരെ സ്ഥലം മാറ്റി. ഇതിനിടെ ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി പോലീസ് ഊർജിതമാക്കി. ഗുണ്ട മണ്ണ് മാഫിയ ബന്ധത്തിന്റെ പേരിലാണ് മംഗലപുരം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധികുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ഈ സ്റ്റേഷനിൽ സസ്പെൻഷനിലായവരുടെ ആകെ എണ്ണം 6 ആയി. അവശേഷിച്ച മറ്റ് 24 പേരെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം സിറ്റിയിൽ ഇന്നലെ 3 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. 2 DYSPമാരടക്കം 7 പേർക്ക് നേരത്തെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷൻ ലഭിച്ചു. പോലീസും ഗുണ്ടകളും ചേർന്നുള്ള കൂട്ടുകെട്ട് കോടികളുടെ സ്വത്ത് സമ്പാദനത്തിലേക്ക് വഴിവെച്ചുവെന്നാണ് കണ്ടെത്തൽ. ചില പോലീസ് ഉദ്യോഗസ്ഥരും മാഫിയ സംഘങ്ങളും ഒരുമിച്ച് ഭൂമി വാങ്ങി മറിച്ചു വിൽക്കുന്നതാണ് ഒരു രീതി. വഴിയില്ലാത്ത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി തൊട്ടടുത്ത വസ്തു ഉടമയെ പോലീസും ഗുണ്ടകളും ചേർന്ന് ഭീഷണിപ്പെടുത്തി സ്ഥലം തരപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ക്രൂരതകൾ. പല ധനകാര്യ സ്ഥാപനങ്ങളിലായി ചില പോലീസുകാർ ബനാമി പേരിൽ ചിട്ടി ഇടപാട് നടത്തുന്നുണ്ട്. ചിട്ടിത്തുക അടയ്ക്കുന്നതാകട്ടെ ഗുണ്ടകളും. സമാനമായ ആരോപണങ്ങളും പരാതികളും നേരത്തെ ഉയർന്നെങ്കിലും ഇതുവരെ കാര്യമായ അന്വേഷണം ഉണ്ടായിരുന്നില്ല. ഇത്തരം ഇടപാടുകൾ കണ്ടെത്താനും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. അതേസമയം ഒളിവിലുള്ള ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് എന്നിവർക്കായി വിവിധ സംസ്ഥാനങ്ങളിലായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ധോണിയെ വിറപ്പിക്കുന്ന PT-7 പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ദൗത്യ സംഘത്തലവൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ധോണിയിൽ അവലോകന യോഗം ചേർന്നു. PT-7 പിടിക്കാനുള്ള 3ാമത്തെ കുങ്കിയാനയും കൊണ്ട് വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഇന്ന് പുലർച്ചെത്തി. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ,
ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ബി രഞ്ജിത്ത് എന്നിവർ സംഘാംഗങ്ങളുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ACF രഞ്ജിത്ത് പറഞ്ഞു. അവലോകനത്തിന് ശേഷം നമ്മളത് എങ്ങനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു ട്രയൽ നമുക്ക് ഫീൽഡ് നടത്താനുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റാമ്പ് തയ്യാറാക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളെ തൊട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫീൽഡ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആനയെ തളയ്ക്കാനുള്ള കൂടിന്റെ പരിശോധനയും PT7 കൊണ്ടുവരാനുള്ള ട്രാക്ക് പരിശോധനയും അധികൃതർ നടത്തും. വയനാട്ടിൽ നിന്ന് 26 പേരും പാലക്കാട് നിന്ന് 50 പേരുമാണ് ദൗത്യത്തിനായി കൈകോർക്കുക. നാളെ രാവിലെ തന്നെ PT7 പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കും. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ പിടികൂടി ധോണിയിലെ കൂട്ടിലടയ്ക്കും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മൂന്നാറിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയുള്ള പടയപ്പയുടെ സ്വൈര്യവിഹാരം തുടരുകയാണ്. പെരിയവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷ ആന നശിപ്പിച്ചു. കാടിറങ്ങിയ പടയപ്പ നാട്ടിൽ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. കടകൾക്കും വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശമാണ് വരുത്തുന്നത്. ആനയെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയിലാണ് വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും നാട്ടുകാരും. പൊതുവെ ശാന്ത സ്വഭാവമുണ്ടായിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ അടുത്തിടെയായി അക്രമകാരിയാകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും ആനയിറങ്ങി. ഇക്കുറി പെരിയവാര എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. വീടിന് സമീപം നിർത്തിയിരുന്ന ഓട്ടോറിക്ഷ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു തകർത്തു. വാഹനത്തിന് കാര്യമായ കേട് സംഭവിച്ചു. ഉടമ വനം വകുപ്പിന് പരാതി നൽകി. കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറാത്തത് കുടുംബങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജീപ്പ് ഡ്രൈവർ പടയപ്പയെ പ്രകോപിപ്പിച്ചതിൽ വനംവകുപ്പ് നടപടിയെടുത്തിരുന്നു. എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ കാട്ടുകൊമ്പന്മാരുടെ വിഹാരം അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 മൂന്നാർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണത്തിനായി ആദ്യാവസാനം നിന്നവരെ ഒഴിവാക്കേണ്ടിയിരുന്നില്ലെന്ന് G. സുധാകരൻ. ശൈല ടീച്ചറെയും ഉൾപ്പെടുത്താമായിരുന്നു. വഴിയരികിലെ ഫ്ലക്സുകളിലല്ല, ജനഹൃദയങ്ങളിലാണ് പ്രധാനം. ആദ്യാവസാനം മുന്നിൽ നിന്ന് എന്നെ ഓർക്കാതിരുന്നതിൽ പരിഭവമില്ലെന്നും സുധാകരൻ പറഞ്ഞു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, സുധാകരൻ ഏറെ നാളായിട്ട് പാർട്ടിയിൽ നിശബ്ദനാണ്. ചില പരാമർശങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം ചില വിഷയങ്ങളിൽ ഉന്നയിക്കാറുമുണ്ട്. ഇപ്പോൾ ഈ പുതിയ നിലപാടിന്റെ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, ആലപ്പുഴയിൽ നാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കാനിരിക്കെയാണ് ഇപ്പോൾ G. സുധാകരന്റേതായ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ആദ്യാവസാനം മുതൽ അതിന്റെ നിർമ്മാണത്തിനായി MLA ആയും മന്ത്രിയായും താൻ പരിശ്രമിച്ച ആളാണ്. മാത്രമല്ല 2007 ആലപ്പുഴ നഗരഹൃദയത്തിൽ നിന്നും ഇടുങ്ങിയ സാഹചര്യത്തിൽ കിടന്നിരുന്ന മെഡിക്കൽ കോളേജിനെ ആലപ്പുഴ വണ്ടാരത്തേക്ക് മാറ്റിയതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കും അന്നത്തെ MLAയും MP-യുമായിരുന്ന KC വേണുഗോപാലിന്റെയും ഒക്കെ പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അവരെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ വിളിച്ചില്ല എന്നുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് മാറി ഇതിന്റെ 2016 LDF സർക്കാരിന്റെ കാലത്താണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയും തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്താണ് പണം അനുവദിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ 2016 LDF സർക്കാരിന്റെ കാലത്ത് ഏകദേശം ഇതിന്റെ പണി പൂർണ്ണമായും തീർന്നിരുന്നു. പിന്നീട് കോവിഡ് മൂലമാണ് കുറച്ച് നാളത്തേക്ക് നിർമ്മാണത്തിന്റെ ചില അവസാന ഘട്ടത്തിലെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാനാവാതെ പോയത്. എന്തായാലും ഈ പരിപാടിയിൽ G. സുധാകരനെ ക്ഷണിച്ചിട്ടേയില്ല. ഒപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള അന്നത്തെ MP-മാരെയും ഒഴിവാക്കിയിരുന്നു. തന്നെ ഒഴിവാക്കിയതിൽ പ്രശ്നമില്ല. പക്ഷേ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച ശൈലജ ടീച്ചറെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് G. സുധാകരൻ സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ചരിത്രം ഒരിക്കലും ഇപ്പോഴത്തെ ചില ഭാരവാഹികൾക്ക് ചരിത്ര നിരാസം ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണ് എന്ന് G. സുധാകരൻ പറയുന്നു. അതുകൊണ്ട് ചരിത്രം ഇല്ലാതാകില്ല, അതൊരു തുടർച്ചയാണ്, പുരോഗമനമാണ്, ഹിസ്റ്ററി ഈസ് പ്രോഗ്രസ് എന്നാണ് ആധുനിക ചരിത്ര മതം എന്നും G. സുധാകരൻ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, വഴിയരികിൽ വെക്കുന്ന ഫ്ലെക്സുകളിലല്ല
ജനഹൃദയങ്ങൾ രൂപപ്പെടുന്ന ഫ്ലെക്സുകളിലാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ആലപ്പുഴയിൽ ആദ്യഘട്ടത്തിൽ പുന്നപ്ര സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് എച്ച് സലാം MLA അദ്ദേഹത്തിന്റെ പേര് ഫോട്ടോഷോപ്പ് ചെയ്ത ആ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ നിന്നും മാറ്റിയാണ് നോട്ടീസ് അടക്കം അച്ചടിച്ചത്. അത് വലിയ വിവാദമാവുകയും പിന്നീട് നിരവധി ആക്ഷേപങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അദ്ദേഹം ജി സുധാകരൻ അനുവദിച്ച ഫണ്ടിൽ പണിത കെട്ടിടത്തിൽ ആ അത്തരത്തിൽ പേരുണ്ടായിട്ട് പോലും അത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അതിന് സമാനമായ സാഹചര്യത്തിൽ ആണ് ഉള്ള ഒരു അദ്ദേഹത്തിന്റെ പരിഭവമാണ് അദ്ദേഹം ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. എന്തായാലും ചരിത്രം മറന്നാണ് ഇന്നത്തെ ഭാരവാഹികൾ മുന്നോട്ട് പോകുന്നത്. അത് അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണെന്നാണ് ജി സുധാകരൻ കുറിച്ചിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. കൊച്ചിയിൽ നടി അപർണ ബാലമുരളിയോട് മോശമായി പെരുമാറിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷനും കാരണം കാണിക്കൽ നോട്ടീസും. എറണാകുളം ലോ കോളേജ് പ്രിൻസിപ്പലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മറുപടി നൽകണമെന്നും തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോ കോളേജിലെത്തിയപ്പോഴാണ് നടിയോട് യുവാവിന്റെ മോശം പെരുമാറ്റമുണ്ടായത്. നടിയെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വേദിയിലെത്തിയ 2ാം വർഷ LLB വിദ്യാർത്ഥിയായ വിഷ്ണു നടിയുടെ തോളിൽ കൈയിടാൻ ശ്രമിച്ചു. എന്നാൽ അപർണ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. അപർണയോട് വിദ്യാർത്ഥി മോശമായി പെരുമാറിയതിൽ ലോ കോളേജ് യൂണിയനും അന്ന് തന്നെ ഖേദം പ്രകടിപ്പിച്ചു. തുടർന്നാണ് വിഷ്ണുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഒപ്പം ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. കാരണം കാണിക്കൽ നോട്ടീസിന് ഉടൻ തന്നെ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി കടുപ്പിക്കാനാണ് പ്രിൻസിപ്പലിന്റെ തീരുമാനം. അതേസമയം സംഘാടകരോട് പരിഭവമില്ലെന്നും സംഭവം നടന്ന ഉടനെ തന്നെ അവർ ക്ഷമാപണം അറിയിച്ചതായും നടി അപർണ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ മദ്യപിച്ചുള്ള നൃത്തത്തിൽ നടപടിയെടുത്ത CPM-ഉം നെയ്യാർ ഡാം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ജോബിൻ ജോസിനെ ഒഴിവാക്കി. SFI തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു ജോബിൻ. വിവാദമായ രാത്രി നൃത്തത്തെ തുടർന്നായിരുന്നു ജോബിനെയും ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോകുൽ ഗോപിനാഥിനെതിരെയും SFI നേരത്തെ നടപടി എടുത്തത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബി മാത്യൂസ് അടക്കമുള്ള 6 പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ 27-ന് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ മുൻ DGP സിബി മാത്യൂസ്, IB മുൻ ഉദ്യോഗസ്ഥനായ RB ശ്രീകുമാർ അടക്കമുള്ള 6 പ്രതികൾക്കാണ് ജസ്റ്റിസ് ബാബുവിന്റെ ബെഞ്ച് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 27-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. രാജ്യം വിട്ടു പോകരുത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപ ബോണ്ട് അടക്കമുള്ള ഉപാധികളിന്മേൽ ജാമ്യം നൽകാനും നിർദ്ദേശമുണ്ട്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നതുൾപ്പെടെയുള്ള CBIയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതി നടപടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് 6 പ്രതികളും ഹൈക്കോടതിയിൽ വീണ്ടും മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ചാരക്കേസ് ഗൂഢാലോചനയിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ടെന്ന് മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് CBI അറിയിച്ചിരുന്നു. ചാരക്കേസ് വ്യാജമായി ഉണ്ടാക്കിയതാണ്. പ്രമുഖ ശാസ്ത്രജ്ഞരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണെന്നായിരുന്നു CBIയുടെ വാദം. അതേസമയം ചാരക്കേസ് ഗൂഢാലോചനയിൽ വിദേശ പങ്കാളിത്തമുണ്ടെന്ന ആരോപണം തെളിവില്ലാതെയാണെന്ന് പ്രതികളും വാദിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട നഗരമധ്യത്തിൽ വൻ തീപിടുത്തം. ഹോട്ടലും ചിപ്സ് കടയുമടക്കം 4 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സിവിൽ സ്റ്റേഷന് സമീപമുള്ള ചിപ്സ് കടയിൽ നിന്നാണ് മറ്റ് കടകളിലേക്ക് തീ പടർന്നു പിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. ഉച്ചയ്ക്ക് 1:30-യോടെയാണ് പത്തനംതിട്ട നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം ഉണ്ടായത്. ആദ്യം നഗരത്തിലെ ചിപ്സ് കടയിലും തുടർന്ന് സമീപത്തെ കടകളിലേക്കും തീ പടരുകയായിരുന്നു. 3 ചിപ്സ് കടകളും 1 ചെരുപ്പ് കടയും പൂർണ്ണമായി കത്തിനശിച്ചു. ചിപ്സ് കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ തീവ്രത കൂട്ടി. അഗ്നിരക്ഷാസേനയുടെ 6 യൂണിറ്റുകളെത്തി 1.5 മണിക്കൂറിലധികം പരിശ്രമിച്ച ശേഷമാണ് തീ അണയ്ക്കാനായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന കടകളായതിനാൽ മണിക്കൂറുകളോളം ആശങ്ക പരത്തി. ചിപ്സ് കടയിൽ ആദ്യം തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മറ്റു കടകളിലേക്ക് തീ പടർന്നത്.
ചിപ്സ് കടയിൽ നിന്നും 10ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് പോലീസ് കണ്ടെത്തിയത്. പരമാവധി 4 വാണിജ്യ സിലിണ്ടറുകൾ മാത്രമേ ഒരു കടയിൽ സൂക്ഷിക്കാവൂ എന്നിരിക്കെ കൂടുതൽ സിലിണ്ടറുകൾ സൂക്ഷിച്ചതും അപകടത്തിന്റെ ആക്കം കൂട്ടി. തീപിടുത്തത്തിൽ 6 പേർക്ക് പൊള്ളലേറ്റു. എന്നാൽ ഇവരുടെ നില ഗുരുതരമല്ല. ന്യൂസ് 18 പത്തനംതിട്ട. വാർത്തയിൽ നിന്ന് തുടരുന്നു. ഗൂഗിളിന്റെ മാതൃ കമ്പനി ആൽഫബറ്റും ജീവനക്കാരെ പിരിച്ചുവിടുന്നു. കമ്പനിയിലെ 6% ജീവനക്കാരെയാണ് പിരിച്ചുവിടുക. ഇത് തുടർന്ന് 12,000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടമാകും. ഇത് സംബന്ധിച്ച് കമ്പനി സിഇഒ സുന്ദർ പിച്ചൈ ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചു. തീരുമാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും താൻ ഏറ്റെടുക്കുന്നുവെന്ന് ഇമെയിലിൽ സുന്ദർ പിച്ചൈ പറഞ്ഞു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പിരിച്ചുവിടൽ നടപടി അനിവാര്യമാണെന്ന് കമ്പനി പറയുന്നു. നേരത്തെ ലോകത്തെ വമ്പന്മാരായ മൈക്രോസോഫ്റ്റും മെറ്റയും ട്വിറ്ററും ആമസോണും ഉൾപ്പെടെ ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. റസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്. ആരുടെയും ഔദാര്യത്തിലല്ല പദവിയിലെത്തിയത് എന്നും ബിജെപി എംപി വ്യക്തമാക്കി. अभी कुछ नहीं बोलेंगे? नहीं, अभी कुछ नहीं बोलेंगे. प्रेस कॉन्फ्रेंस करेंगे शाम को करेंगे जी. तो बड़े आरोप लग रहे हैं, लेकिन कुछ तो आप जवाब दे दीजिए, क्योंकि दिल्ली में तो लगातार वो मंत्री से मिल करके से बातें कर रहे हैं. देंगे ना शाम को देंगे. तो शाम इस्तीफा देने की बात तो नहीं है अभी. शाम को देंगे. इस्तीफा कोई सवाल नहीं. ഫെഡറേഷൻ അധ്യക്ഷനെതിരെ താരങ്ങൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയ്ക്ക് പരാതി നൽകി. ബ്രിജ്ഭൂഷൺ രാജിവെച്ചില്ലെങ്കിൽ കേസുമായി പോലീസിനെ സമീപിക്കുമെന്നും കായിക താരങ്ങൾ വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി മുൻ ബോക്സിംഗ് താരവും കോൺഗ്രസ് നേതാവുമായ വിജേന്ദർ സിംഗ് ജന്തർ മന്ദറിലെത്തി. സഹയാത്രികയ്ക്ക് മേൽ യുവാവ് മൂത്രമൊഴിച്ച സംഭവത്തിൽ എയർ ഇന്ത്യയ്ക്ക് 33 ലക്ഷം രൂപ പിഴ. ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനാണ് എയർ ഇന്ത്യയ്ക്ക് പിഴ ഒടുക്കിയത്. കൃത്യവിലോപം നടത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് 30 ലക്ഷവും ഇൻ ഫ്ലൈറ്റ് സർവീസസ് ഡയറക്ടർക്ക് 3 ലക്ഷവുമാണ് പിഴ വിധിച്ചത്. വിമാനം പറത്തിയിരുന്ന പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. രാഹുൽ ഗാന്ധിയെ ശങ്കരാചാര്യരോട് ഉപമിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള. ശങ്കരാചാര്യർക്ക് ശേഷം കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് കാൽനടയായി എത്തുന്ന 2ാമത്തെ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ പരാമർശം. ഇത് ഗാന്ധിയുടെയും രാമന്റെയും രാജ്യമാണെന്നും നാം എല്ലാവരും ഒന്നാണെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. എന്നാൽ രാഹുലിനെ ശങ്കരാചാര്യരോട് ഉപയോഗിച്ചതിനെതിരെ BJPയും ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നു. കർണാടകയിൽ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ച് യുവതിയുടെ ധാർഷ്ട്യം. അപമര്യാദയായി പെരുമാറിയ സംഭവം ചോദ്യം ചെയ്ത യുവാവിനോടായിരുന്നു ബംഗളൂരു സ്വദേശി ശ്വേതയുടെ ക്രൂരത. കാർ തടയാൻ യുവാവ് ശ്രമിച്ചെങ്കിലും യുവതി നിർത്തിയില്ല. ബോണറ്റിന് മുകളിൽ യുവാവ് വീണ് കിടക്കുമ്പോഴും ശ്വേത കാർ നിർത്താതെ ഡ്രൈവിംഗ് തുടർന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. യുവാവിന്റെ സുഹൃത്തുക്കളാണ് പിന്നീട് കാർ പിന്തുടർന്ന് ചെന്ന് തടഞ്ഞത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം ആക്കുളത്ത് മദ്യപിച്ച് കാർ ഓടിച്ച അപകടം. യുവാവും യുവതിയുമാണ് കാറിലുണ്ടായിരുന്നത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 6 ബൈക്കുകളിലാണ് കാർ ഇടിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും യുവതി സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടു. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവും യുവതിയും മദ്യലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. ഏതായാലും പോലീസിന്റെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഡൽഹിയിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ ദൃശ്യം പുറത്ത്. നഗരത്തിലെ സ്ത്രീ സുരക്ഷ വിലയിരുത്താൻ പരിശോധനയ്ക്കിറങ്ങിയ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയെ സംഘവിഹാർ സ്വദേശിയായ ആൾ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സദ്ഭരണത്തിന് തെളിവാണ് മെഗാ തൊഴിൽ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാഗ്ദാനങ്ങൾ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. 71,000 പേർക്ക് നിയമന ഉത്തരവ് കൈമാറുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പറയുകയായിരുന്നു. വധശ്രമക്കേസിൽ കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലും മറ്റു പ്രതികളും സമർപ്പിച്ച ഹർജിയിൽ തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കും. ശിക്ഷാവിധിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജി പരിഗണിക്കവേ മുഹമ്മദ് ഫൈസൽ ആവശ്യമുന്നയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ തൃശൂർ ബുഹാരീസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി
ചെയ്തു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. പഴയ ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തെളിവില്ലാത്ത ആരോപണമാണ് നഗരസഭ ഉന്നയിച്ചിരിക്കുന്നതെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. തിരുവനന്തപുരം ഹീര ഫ്ളാറ്റിലെ സദാചാര വിലക്കിനു സ്റ്റേ. ബാച്ചിലർ എന്ന പേരിൽ താമസക്കാരെ ഇറക്കി വിടരുത്. പരാതിക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ തടയരുതെന്നും തിരുവനന്തപുരം മുൻസിഫ് കോടതി നിർദ്ദേശിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.